നമസ്കാരം, ട്രൂ ടിവിയിലേക്ക് സ്വാഗതം. നമ്മുടെ ന്യൂജൻ യുവതി യുവാക്കളൊക്കെ ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ്. സർക്കാർ കേരളത്തിലെ ബാറുകളുടെ പ്രവർത്തന സമയമൊക്കെ രാത്രി 12 മണി വരെ ആക്കി വർദ്ധിപ്പിച്ചതോടെ കൊച്ചിയിലെയും തലസ്ഥാനത്തെയും ബാറുകളിൽ യുവതി യുവാക്കളുടെ അഴിഞ്ഞാട്ടം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പണ്ടൊക്കെ ഇരുട്ടിന്റെ മറവിലായിരുന്നു ആണും പെണ്ണുമൊക്കെ MDMA അടക്കമുള്ള രാസലഹരി ആസ്വദിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ ഇരു കൂട്ടർക്കും യാതൊരു കൂസലുമില്ലാതെ കയറിച്ചെല്ലാൻ കഴിയുന്ന ഒരു ഇടമായി തന്നെ മാറുകയാണ് ഈ ബാറുകൾ. ഞങ്ങൾ ട്രൂ ടിവിക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് മദ്യപിക്കാൻ മാത്രമല്ല ബാർ മുതലാളിമാർ ഇവർക്ക് സൗകര്യം ഒരുക്കുന്നത്, വലിച്ചുകയറ്റി അടിച്ചു കിറങ്ങാൻ മാത്രമായി അത്രയും വീര്യം കൂടിയ ഐറ്റം പോലും ഇവർക്ക് രഹസ്യമായി എത്തിക്കുകയാണ് ഈ മുതലാളിമാർ. ബാർ മുതലാളിമാരുടെ കപ്പം വാങ്ങി തിന്നുന്ന ഒരു പോലീസോ അല്ലെങ്കിൽ ഡാൻസ് സ്റ്റാഫോ ഒന്നും തന്നെ ബാറിന്റെ പടി ചവിട്ടില്ല എന്ന ധൈര്യം ഒന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ ന്യൂജൻ രാസലഹരിക്കാർക്ക് എന്തുകൊണ്ടും നമ്മുടെ ഈ ബാറുകൾ സേഫ് ആകുന്നത്. അതിനൊപ്പം തന്നെ രാത്രി 12 മണി വരെയുള്ള പ്രവർത്തന സമയം കൂടി ബാറുകളിൽ മാറ്റിയതോടെ നമ്മുടെ ന്യൂജൻ യുവാക്കളടക്കം വളരെ സന്തോഷത്തിൽ തിമിർക്കുകയാണ്. നോക്കുക, ഇവിടെ മക്കളെ കൊച്ചിയിലും തലസ്ഥാനത്തുമൊക്കെ പഠിപ്പിക്കാൻ വിട്ട പാവപ്പെട്ട അച്ഛനമ്മമാരെ പോലും വിഡ്ഢികളാക്കി കറങ്ങിക്കിറങ്ങി ജീവിതം നശിപ്പിക്കുകയാണ് യുവതലമുറകൾ. ലഹരിയുടെ പുതുവഴികൾ തേടുന്ന ഇക്കൂട്ടർക്കാണ് ശരിക്കും ഈ 12 മണി വരെയുള്ള സമയം വീണ് കിട്ടുന്ന അവസരം ആകുന്നത്. അതായത് ബാറിൽ നിന്ന് മദ്യപാനികൾ മാത്രമല്ല, ലെക്കും ലെവലുമില്ലാതെ പുറത്തിറങ്ങുന്ന ഈ MDMA ഐറ്റമുകളും ഒരുപോലെ കുരിശായി തന്നെ മാറുകയാണ്. ടൂറിസം മേഖലയിലൊക്കെ വലിയ വരുമാനമാണ് ഇതുകൊണ്ട് ലഭിക്കുന്നതെങ്കിൽ പോലും ഇതിനായി നിയമിക്കുന്ന തൊഴിലാളികളുടെ ദുരിതവും ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. അതായത് ഒരു തൊഴിലാളി 8 മണിക്കൂർ വരെ ജോലി ചെയ്യണം എന്നാണ് ലേബർ നിയമത്തിൽ എങ്കിൽ പോലും ഇതിനെയൊക്കെ കാറ്റിൽ പറത്തി ഓവർ ടൈമും എക്സ്ട്രാ ഡ്യൂട്ടിയും ഒക്കെ ചെയ്ത് അവരുടെ ജോലി സമയം 14 മണിക്കൂറിലേക്ക് നീട്ടുന്ന കാഴ്ച തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ, ബാറിലെ തൊഴിലാളികൾക്ക് ഒരു യൂണിയൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രശ്നങ്ങൾ പറയാനും കേൾക്കാനും ആരും ഉണ്ടാവുകയും ഇല്ല. ഇനി ബാർ സമയം മാത്രമേ കൂട്ടിയിട്ടുള്ളൂ, അവരുടെ ശമ്പളമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ കൂട്ടിയിട്ടുമില്ല. പിന്നെ ഇവർക്കായി സ്നേഹത്തോടെ നമ്മുടെ കുടിയന്മാർ വെച്ച് നീട്ടുന്ന 10-50 ടിപ്പ് മാത്രമേ കിട്ടുകയുള്ളൂ. അതായത് കുറഞ്ഞ ശമ്പളവും ഒക്കെ വാങ്ങി ഓവർ ടൈം നിന്ന് മദ്യം ഒഴിച്ചു നൽകുന്ന തൊഴിലാളികളുടെ തലവേദനയായി തന്നെ മാറുകയാണ് ഈ സമയമാറ്റം. അതുപോലെ ബാറിലെ സെക്യൂരിറ്റികൾ ഒന്ന് നടുനിവർത്തണമെങ്കിൽ മദ്യപിക്കാൻ എത്തുന്ന സാറന്മാരുടെ വാഹനങ്ങളൊക്കെ പറഞ്ഞുവിട്ട് സാറന്മാരെയും കയറ്റി അയച്ചിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സർക്കാരിനും ബാർ മുതലാളിമാർക്കും ഇത് നല്ലൊരു ഇതാകുമ്പോൾ ബാക്കിയുള്ളവർക്ക് തലവേദനയായി തന്നെ മാറുകയാണ് ഇത്. മുൻപൊക്കെ രാത്രി 11 മണി വരെ മാത്രം ബാർ ഉണ്ടായിരിക്കുമ്പോൾ രാത്രി 10:45 ആകുമ്പോൾ തന്നെ അകത്തെ ലൈറ്റ് ഇടുന്നതും ഒപ്പം പുറത്തുനിന്ന് ആളെ കയറ്റുന്നത് നിർത്തുകയും ചെയ്യുമായിരുന്നു. കാരണം ഈ 11 മണി എന്ന സമയം കഴിഞ്ഞാൽ പിന്നെ അവിടെ നടക്കുന്നത് പൂരപ്പാട്ടും കയ്യാങ്കളിയും മാത്രമല്ല, മദ്യപിച്ച് ലക്കുകെട്ട് വാഹനം ഓടിച്ചുകൊണ്ടുള്ള ഗുരുതരമായ അപകടങ്ങളായിരിക്കും. അപ്പോ പിന്നെ നമ്മുടെ സർക്കാർ സംസ്ഥാനത്ത് ബാറുകളുടെ പ്രവർത്തന സമയം 2 മണിക്കൂർ കൂടി വർദ്ധിപ്പിച്ചു എന്ന വീരവാദം മുഴക്കുമ്പോൾ അത് പാവപ്പെട്ട മനുഷ്യർക്ക് നന്മയല്ല ചെയ്യുന്നത്, പകരം ജനങ്ങൾക്ക് ഇതൊരു തലവേദനയായി മാറുന്നു എന്ന് തന്നെയാണ് സത്യം. കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്ത് ബാറുകളുടെ പ്രവർത്തന സമയം 2 മണിക്കൂർ കൂടി വർദ്ധിപ്പിച്ചത്. നിലവിൽ രാവിലെ 11 മണി മുതൽ രാത്രി 11 മണി വരെയായിരുന്നു ഈ സമയമെങ്കിൽ ഇനി മുതൽ രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെയായിരിക്കും ബാറുകൾ ഉണ്ടാവുക. പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്കും വിനോദസഞ്ചാര പരിപാടികളുടെ ഭാഗമായി 5 ലക്ഷം രൂപ അധിക വാർഷിക ഫീസ് അടച്ചു കഴിഞ്ഞാൽ പുലർച്ചെ 3 മണി വരെ പ്രവർത്തിക്കാൻ ഇവർക്ക് അനുമതിയുണ്ടാകും. ബാർ ഉടമകളുടെ നിരന്തരമായ ആവശ്യമൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ നടപടിയെന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത്. ഇതനുസരിച്ച് ബാറുകൾ തുറക്കുന്ന സമയം രാവിലെ 11 നിന്ന് 10 മാറ്റി. രാത്രി 11 അവസാനിച്ചിരിക്കുന്ന സമയമാണ് 1 മണിക്കൂർ കൂടി നീട്ടി 12 മണി ആക്കിയിരിക്കുന്നത്. ഫലത്തിൽ രാവിലെയും രാത്രിയും ഓരോ മണിക്കൂർ വീതം അധിക സമയം ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നതാണ്. പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് പ്രത്യേക ഇളവുകളടക്കം പ്രഖ്യാപിച്ചിരിക്കുന്നു. വാർഷിക ലൈസൻസ് ഫീസ് ഇനത്തിൽ തന്നെ 5 ലക്ഷം രൂപ അധികമായി നൽകിക്കഴിഞ്ഞാൽ പുലർച്ചെ 3 മണി വരെ ഇവർക്ക് പ്രവർത്തിക്കാം എന്ന് തന്നെയാണ് സർക്കാർ വിശദീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ട്രൂ ടിവി.